ബിസിനസ് സൊല്യൂഷൻ ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ പ്രൊസീജിയേഴ്സും ആപ്പിൽ അടങ്ങിയിരിക്കുന്ന ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. ആദ്യം നമുക്ക് ബിസിനസ് സൊല്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ബാറിൽ പവറപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റഷീദ് സൈഡ് ഐക്കൺ വരുന്ന ആപ്പ് ക്ലിക്ക് ചെയ്ത് പവറപ്പ് ഡൗൺലോഡ് ചെയ്യുക. നെക്സ്റ്റ് ബിസിനസ് സൊല്യൂഷൻ ആപ്പ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. ബിസിനസ് സൊല്യൂഷൻ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നെക്സ്റ്റ് വരുന്ന പേജിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗോട്ടിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വെൽക്കം ലോഗിൻ ടു കണ്ടിന്യൂ എന്ന പേജിലോട്ടായിരിക്കും വരിക. ഇതിൽ ലോഗിൻ താഴെ ന്യൂ യൂസർ സൈൻ അപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന കൺഫർമേഷൻ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന് കൊടുത്തിരിക്കുന്നിടത്ത് നിങ്ങളുടെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇമെയിൽ അഡ്രസ് കൊടുക്കുക. നിങ്ങളുടെ കൺട്രി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഇമെയിൽ പാസ്വേഡ് അല്ല ടൈപ്പ് ചെയ്യേണ്ടത്, ന്യൂ പാസ്വേഡാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നിങ്ങൾ ഏത് ടൈപ്പ് ബിസിനസ് ആണോ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങളുടെ ഡെസിഗ്നേഷൻ കാറ്റഗറി ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ശേഷം സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വെൽക്കം ലോഗിൻ ടു കണ്ടിന്യൂ എന്ന പേജിലോട്ടാണ് വരിക. ഇവിടെ നേരത്തെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ആപ്പ് രജിസ്ട്രേഷന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഈ ആപ്പ് പൂർണ്ണമായും മലയാളത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ആപ്പിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫ്രീ സോൺ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാൻ സാധിക്കുക എന്നത് നോക്കാം. ഈ കാണുന്നതെല്ലാം ഫ്രീ സോണിലൂടെ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാൻ ആവശ്യമായ വീഡിയോസുകളാണ്. ഇവയെല്ലാം സൗജന്യമായി കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഡിസ്കൗണ്ട് സെയിൽസ് നല്ലതാണോ? ഈ വീഡിയോ വാച്ച് ചെയ്ത ശേഷം നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗോ പ്രീമിയം അല്ലെങ്കിൽ സ്പെഷ്യൽ കോഴ്സിൽ ജോയിൻ ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അവർ ജേണി എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് നമ്മുടെ സ്പെഷ്യൽ ഇവൻറ്റ്സിൻ്റെ ഫോട്ടോസൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ആപ്പിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ വെബിനാറുകളിൽ സൂം വഴി നേരിട്ട് അറ്റൻഡ് ചെയ്യാം. ഇതിൽ കൊടുത്തിരിക്കുന്ന ജോയിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂമിൽ നേരിട്ട് ജോയിൻ ആവുന്നതാണ്. അതോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റിമോണിയൽ വീഡിയോസ് വാച്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് പേഴ്സണൽ കൺസൾട്ടിംഗ് ആണ്. ഇതിലൂടെ നിങ്ങൾക്ക് നേരിട്ട് പേഴ്സണൽ കൺസൾട്ടിങ്ങിന് ബുക്ക് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ കൺസൾട്ടിംഗ് എന്നതിൽ കൊടുത്തിരിക്കുന്ന ബുക്ക് നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത് വായിച്ചതിന് ശേഷം
ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന ബുക്ക് നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ കൺസൾട്ടിങ്ങിന് വേണ്ട ഡേറ്റും ടൈമും സെലക്ട് ചെയ്യുക. ഡേറ്റും ടൈമും സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കൺസൾട്ടിങ്ങിൻ്റെ കാരണം വ്യക്തമാക്കുക. ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടാണോ കൺസൾട്ടിങ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. ഇതേ രീതിയിലാണ് കൺസൾട്ടിങ്ങിന് ബുക്ക് ചെയ്യുന്നത്. കൺസൾട്ടിങ് ഓക്കെ ആയി കഴിഞ്ഞാൽ റിക്വസ്റ്റ് സെൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതാണ്. നിങ്ങളുടെ കൺസൾട്ടിങ് അപ്രൂവ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ മൈ അക്കൗണ്ടിൽ താഴെ അപ്പോയിൻമെൻറ്റ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് കാണാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് പ്രീമിയം സോണാണ്. പ്രീമിയം സോണിലൂടെ മുഴുവൻ കോഴ്സും ഒരുമിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പ്രീമിയം സോണിൽ കൊടുത്തിരിക്കുന്ന ക്ലിക്ക് ഹിയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ടു പർച്ചേസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇവിടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രീമിയം കോഴ്സിൻ്റെ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാർഡ് ഉപയോഗിച്ച് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ കാർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എക്സ്പയറി ഡേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനു താഴെ കാർഡ് ഹോൾഡർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കാർഡിൻ്റെ CVV നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാർഡിൻ്റെ ബാക്ക് സൈഡിൽ 3 അക്ക നമ്പർ ഉണ്ടാവും. അതാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ശേഷം താഴെ കാണുന്ന പേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്തു എന്ന മെസ്സേജ് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതാണ്. ഈ രീതിയിലാണ് പ്രീമിയം സ്പെഷ്യൽ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് സ്പെഷ്യൽ കോഴ്സുകളാണ്. ഇതിൽ 6 വ്യത്യസ്ത കോഴ്സുകൾ കാണാൻ സാധിക്കും. സെയിൽസ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ്, സ്റ്റാർട്ടപ്പ് കോഴ്സ്, കസ്റ്റമർ റിലേഷൻഷിപ്പ്, പേഴ്സണാലിറ്റി എന്നിങ്ങനെ 6 തരത്തിലുള്ള കോഴ്സുകളാണ് കാണാൻ സാധിക്കുക. നിങ്ങൾ ഏത് കോഴ്സാണോ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കോഴ്സിൽ ക്ലിക്ക് ചെയ്യുക. എക്സാമ്പിൾ സെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിലാണ് ഓരോ കോഴ്സും പർച്ചേസ് ചെയ്യേണ്ടത്. സെയിൽസിൽ നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് കാണാൻ സാധിക്കുന്നതാണ്. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 20ഓളം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ലഭ്യമാണ്. ഇതേപോലെ ഓരോ കോഴ്സിലും നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് കാണണമെങ്കിൽ ഈ റെഡ് മാർക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം പർച്ചേസ്ഡ് കോഴ്സസ് എന്ന് കാണുന്ന പേജിൽ നിങ്ങൾ ഏത് കോഴ്സാണോ പർച്ചേസ് ചെയ്തത് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിലാണ് സ്പെഷ്യൽ കോഴ്സ് പ്രീമിയം കോഴ്സുകൾ പർച്ചേസ് ചെയ്യുന്നത്. ഇതിലൂടെ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നതാണ്.